ഹായ് മക്കളെ, ഒരു ബിഗ് അപ്ഡേറ്റ് ആണ്. കേരളത്തിലെ നഴ്സിംഗ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു യു ടേൺ, ഒരു മലക്കം മറിച്ചിൽ സംഭവിച്ചിരിക്കുകയാണ്. എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് ഏകദേശം അറിയാമായിരിക്കും. അതായത് കഴിഞ്ഞ വർഷം വരെ +2 മാർക്ക് മാത്രം അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു നഴ്സിംഗിൻ്റെ പ്രവേശനമുണ്ടായിരുന്നത്, അതായത് നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനമുണ്ടായിരുന്നത്. ആൻഡ് ഈ വർഷം ഏകദേശം ഒരു മാസം മുമ്പ് നമ്മളുടെ വിദ്യാഭ്യാസ വകുപ്പ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി +2 മാർക്കല്ല നോക്കുക, പകരം ഒരു എൻട്രൻസ് എക്സാമാണ് ഉണ്ടാവുക എന്നുള്ളതും ആ വാർത്തയെക്കുറിച്ച് ഈ ചാനലിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് നഴ്സിംഗ് കൗൺസിലിൻ്റെ നിർബന്ധപ്രകാരമാണ്. അതായത് ഇന്ത്യയിലെ മുഴുവൻ നഴ്സിംഗ് അഡ്മിഷനും എൻട്രൻസ് പ്രകാരമായിരിക്കണം എന്നുള്ള നിർബന്ധപ്രകാരമായിരുന്നു ആ ഒരു തീരുമാനമെടുത്തത്. പക്ഷെ ഇന്ന് വീണ്ടും എന്താണ്, ആ തീരുമാനത്തിൽ ഒരു മലക്കം മറിച്ചിൽ സംഭവിച്ചിരിക്കുകയാണ്. കാരണം പെട്ടെന്ന് അങ്ങനെ ഒരു എൻട്രൻസ് എക്സാം ഒന്നും ഉണ്ടാക്കൽ അത്ര എളുപ്പമല്ല എന്നാണ് ഗവൺമെൻറ്റിന് തോന്നിയിട്ടുണ്ടാവാൻ തോന്നുന്നു. ഈ വർഷം കൂടെ എന്താണ്, +2 മാർക്ക് മാത്രം ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് നഴ്സിംഗ് അഡ്മിഷൻ കിട്ടാൻ പോകുന്നത്. ആൻഡ് എനിക്കറിയാവുന്നത് ഒരുപാട് കുട്ടികൾ, എനിക്ക് തോന്നുന്നു ബിടെക്കും അതേപോലെ തന്നെ മെഡിക്കലും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ് നഴ്സിംഗ്. ആൻഡ് ആ നഴ്സിംഗിൽ കേരളത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് എയിംസോ അല്ലെങ്കിൽ ജിപ്മറോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള പല നഴ്സിംഗ് കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ അല്ല, പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളും അതേപോലെ തന്നെ എയ്ഡഡ് നഴ്സിംഗ് കോളേജുകളിലേക്കുള്ള അഡ്മിഷനെ കുറിച്ച് മാത്രമാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അത് ഈ വർഷം കൂടെ +2 മാർക്കിനെ മാത്രം അടിസ്ഥാനമാക്കിയായിരിക്കും. അപ്പോൾ എത്രയാണ് +2 മാർക്ക്, ഏതൊക്കെ സബ്ജക്റ്റുകൾ എടുക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയുടെ മാർക്കുകൾ മാത്രമേ ഇവിടെ പരിഗണിക്കുള്ളൂ. അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ ടോട്ടൽ +2ൽ എത്ര നിങ്ങൾക്ക് മാർക്ക് കിട്ടി, +1 മാർക്ക് നോക്കൂല, എത്ര മാർക്ക് കിട്ടി അതിനനുസരിച്ചായിരിക്കും കിട്ടുക. അതായത് നല്ല മാർക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നഴ്സിംഗ് ക്ലാസ്സസ് പഠിക്കാൻ പറ്റും. അല്ല അതിൻ്റെ പ്രാക്ടിക്കൽസും കാര്യങ്ങളൊക്കെ അവിടെയാണ് ഉണ്ടാവുക. സോ ഒരിക്കൽ കൂടെ വീണ്ടും ക്ലിയർ ആക്കുകയാണ്, ഈ വർഷം കൂടെ നഴ്സിംഗ് പ്രവേശനം +2 മാർക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും. കേരളത്തിലെ കോളേജുകളുടെ കാര്യം മാത്രമാണ് ഇവിടെ പറയുന്നത്. ആൻഡ് +1 മാർക്കല്ല, +2 മാർക്ക് മാത്രം. ആൻഡ് അതിലും എന്താണ്, മാത്സിൻ്റെ മാർക്ക് നോക്കില്ല, ഇംഗ്ലീഷിൻ്റെയും ലാംഗ്വേജിൻ്റെയും മാർക്ക് നോക്കില്ല, ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും മാർക്ക് മാത്രമാണ്. സോ ഈ വീഡിയോ എന്താണ്, മാക്സിമം നിങ്ങളുടെ എല്ലാ ക്ലാസ് ഗ്രൂപ്പുകളിൽ എത്തിക്കുക.